Hello my cuties, welcome back to our channel Neerjamus with On Style. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് റെസിപ്പി തന്നെയാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് പുറത്ത് കടകളിലൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ കേരളക്കാർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഫുഡ് ഷവർമയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കൊന്നൊരു ഷവർമ റെസിപ്പി നോക്കിയാലോ. അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് പ്രസ് ദ ബെൽ ബട്ടൺ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സ്പോഞ്ചിനായിട്ടുള്ള റോൾ ഷവർമയാവാം, പ്ലേറ്റ് ഷവർമയാവാം, എങ്ങനെ വേണമെങ്കിലും വീട്ടിലുള്ള കുറച്ച് റെസിപ്പീസ് കൊണ്ട് 2 കുബൂസ് അങ്ങ് മേടിച്ചാൽ നമുക്ക് ഉണ്ടാക്കാം. നോക്കാം. ആദ്യം തന്നെ കുറച്ച് ബോൺലെസ് പീസ് ചിക്കൻ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും കാശ്മീരി ചില്ലി പൗഡറും നല്ല കട്ട തൈരും ചേർത്ത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യണം. അടുത്ത നമ്മുടെ മൈനോസ് ഉണ്ടാക്കലാണ്. 2 മുട്ടയുടെ വെള്ള, അതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി, കുറച്ച് വിനീഗറും സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ക്വാണ്ടിറ്റി അനുസരിച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ മൈനോസ് റെഡി. അടുത്തതായി നേരത്തെ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ എടുത്ത് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല തിളച്ച എണ്ണയിലേക്കായിരിക്കണം. മാത്രമല്ല ചിക്കൻ മുങ്ങിക്കിടക്കത്തൊക്കെ വേണം എണ്ണ ഒഴിക്കണം. എന്നാലേ ആ ഒരു കുറച്ചിടണം എന്നില്ല, കുറച്ച് കൂടുതൽ അധികം ഇട്ടാലും ആ മുങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ പീസസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. കുറച്ച് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുത്ത് അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിരിക്കും, കോൺഫ്ലവർ ഇട്ടത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. അടുത്തതായി ക്യാബേജ്, കുക്കുംബർ, മല്ലിയില, ക്യാപ്സിക്കം, സവാള ഇതെല്ലാം അരിഞ്ഞ് മാറ്റി വെക്കണം. വലിയൊരു പാത്രത്തിൽ കുറച്ച് മല്ലിയില ചേർത്ത് അതിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചത് കുറച്ച് ക്യാബേജ് മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. ക്യാബേജ് ഇങ്ങനെ ഇട്ടതിന് ശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാബേജിന്റെ മുകളിൽ ഈ ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ക്യാബേജിന്റെ മുകളിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ സവോള, അതിൻ്റെ മുകളിൽ കുക്കുംബർ, തക്കാളി, ഇതെല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു 3-4 സ്റ്റെപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണം. കുക്കുംബർ കൂടി ഇട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് ഇതിങ്ങനെ 2-3 സ്റ്റെപ്പ് ചെയ്യണം. ലാസ്റ്റായിട്ട് നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ട് തട്ടി വീണ്ടും ക്യാബേജ്, സവോള, തക്കാളി, കുക്കുംബർ എല്ലാം 2ാമത്തെ സ്റ്റെപ്പാണിത്. 3ാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചിക്കൻ ഫുള്ളായിട്ട് അങ്ങ് തട്ടിയിട്ട് നമുക്ക് ആ ബാക്കി വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്ത് നാരങ്ങ നീരും കൂടി മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ആ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മൈനോസ് ഇതിലേക്ക് കുറച്ച് ശകലം ഇട്ടാൽ മതി ഒഴിച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇങ്ങനെ തൂറ്റിക്കൊടുത്ത് അതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞെവിടിയെടുക്കണം. നന്നായിട്ട് ഞെവിടിയെടുക്കണം. ആ ഒരു ക്രിസ്പിനെസ് കാണാൻ പാടില്ല. അടുത്തത് ഗ്യാസിൽ ഡയറക്റ്റ് സ്റ്റിക്കിങ് വെച്ച് നമ്മുടെ കുബൂസ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. കരിഞ്ഞു പോകരുത്. എൻ്റെ 2-3 എണ്ണം ഭയങ്കര ഫെയിലിയർ ആയിരുന്നു. നന്നായിട്ട് കുറച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ചൂടാക്കി എടുക്കാം. കുബൂസ് പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. കരിയാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ കുബൂസ് എല്ലാം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു കുബൂസ് എടുത്ത് പ്ലേറ്റിൽ വെച്ച് കുറച്ച് മയോനൈസ് അതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. മുകളിൽ നല്ലതുപോലെ മല്ലിയില ചേർത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല റൗണ്ട് ഷേപ്പിനാക്കി വീണ്ടും നമ്മൾ മയോനൈസ് ചേർത്ത് കുറച്ച് ഒന്ന് മുകൾ ഭാഗത്താക്കി ഇത് മൂടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ മോനെ, നമ്മുടെ ഷവർമ അതാ റെഡി. പിടിച്ചൊരു കടി. അപ്പ എന്താ ടേസ്റ്റ് എന്നറിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. 2 കുബൂസ് പുറത്തൊന്നും മേടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അത് ഉണ്ടാക്കാൻ കഴിയുന്നവർ അതും ഉണ്ടാക്കാം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.
താങ്ക് യു സോ മച്ച്. എല്ലാവരും ലൈക്ക് ചെയ്യണം. ബൈ. ഇറ്റ്സ് യുവർ സീക്രട്ട് ജൂലി.